കണ്ണൂർ തോട്ടട ITI സംഘർഷത്തിൽ 17 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 12 SFI പ്രവർത്തകർക്കെതിരെയും 5 KSU പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയുന്നു. സജോ ദേവസ്യാണ് വിവരങ്ങളുമായി ചേരുന്നത്. സജോ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അതൊരു എന്താണ് പറയുക, അതൊരു ഏറ്റുമുട്ടലിൽ നിന്ന് അപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് എന്ന് തന്നെ പറയാം. അത് രൂക്ഷമായ തല്ല്, അതിൽ നിരവധി വിദ്യാർത്ഥികൾ പരുക്കുമറ്റിരുന്നു. ഇപ്പോൾ പോലീസ് ഇടപെടുന്നു, അതിൽ കേസ് വരുന്നു. എന്താണ് കേസിന്റെ സ്ഥിതി, ഏത് രീതിയിലായിരിക്കും അന്വേഷണം, ഒപ്പം പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? കണ്ണൂർ തോട്ടട ITIയിലെ സംഘർഷത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മറ്റ് 9 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിരുന്നു. അതിൽ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിന് നട്ടലിന് പൊട്ടലടക്കമുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ് കണ്ണൂർ ആശ്രം മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മറ്റ് വിദ്യാർത്ഥികളുടെ ആരോഗ്യ സ്ഥിതി മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ് ഉള്ളതെന്നാണ് ആശുപത്രി അധികൃതരും വിദ്യാർത്ഥി സംഘടനകളും അറിയിക്കുന്നത്. അതായത് ITI തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെയാണ് സംഘർഷങ്ങൾ 2-3 ദിവസമായി ക്യാമ്പസിൽ ആരംഭിച്ചത്. പിന്നാലെ KSU സ്ഥാപിച്ച കൊടി നശിപ്പിച്ചതിനെ തുടർന്നാണ് സംഘർഷവും ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടാകുന്നത്. അതിനിടെയാണ് വലിയ തോതിൽ SFI പ്രവർത്തകർ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റിനെ വളഞ്ഞു വെച്ച് മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട്. വലിയ സംഘർഷം ക്യാമ്പസിൽ നടന്നു. ക്യാമ്പസിനകത്തും പുറത്തും പോലീസിന് ലാത്തി വീശേണ്ട സാഹചര്യവും ഒക്കെ ഇന്നലെ രൂപപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ 17 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 5 KSU പ്രവർത്തകർ, 12 SFI പ്രവർത്തകരാണ്. SFI ജില്ലാ സെക്രട്ടറി സഞ്ജീവ് PS ആണ് ഒന്നാം പ്രതി. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണു മഹേന്ദ്രൻ രണ്ടാം പ്രതിയുമാണ്. KSUവിന്റെ നേതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതായത് അവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കുകയും പ്രകടനം നയിക്കുകയും ഒക്കെ ചെയ്ത KSU നേതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇരുവരും ഇരു സംഘടനകളിലും പെട്ട വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും മുദ്രാവാക്യം വിളിക്കുകയും പരസ്പരം സംഘർഷം ഉണ്ടാക്കുകയും പൊതുസമാധാനത്തിന് കളങ്കം വരുത്തുകയും ചെയ്തു എന്നാണ് FIRൽ പറയുന്നത്. KSU ഇന്ന് ഇന്ന് വ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളിലും പഠിപ്പ് മുടക്കിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അലയൊലികൾ തുടരുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യം. അവിടെ സംഘടനാ സ്വാതന്ത്ര്യം SFI അനുവദിക്കുന്നില്ല എന്നാണ് KSUവിന്റെ ആരോപണം എടുക്കുകയും ചെയ്യുന്നത്. എല്ലാ ക്യാമ്പസുകളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതടക്കം ഉള്ള കാര്യങ്ങളുണ്ട്. അത് ഇതിനിടെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ചില വിദ്യാർത്ഥികൾ, അതായത് മറ്റ് വിദ്യാർത്ഥികൾ കൂടി ഉണ്ട്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്.